ഇതിനകത്ത് വരുന്ന ഈ ഡോറുകളാണ് എല്ലാം തന്നെ മറൈൻ പ്ലൈവുഡ്. ഇതിനകത്ത് വരുന്ന ബോക്സ് വർക്കുകളെല്ലാം തന്നെ WPC ആണ്. എന്താ വെച്ചാൽ WPC ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. WPC എന്ന് പറയുമ്പോൾ ഇതിനകത്തിൽ ഈ വെള്ളമൊക്കെ സിങ്കിൽ നിന്നൊക്കെ ലീക്ക് ആവുമോ ഒക്കെ ചെയ്താലും ബോക്സിനെയാണ് എളുപ്പം എഫക്ട് ചെയ്യുക. നമസ്കാരം. നമ്മൾ കോട്ടയം ആർപ്പക്കരയിൽ പണി കഴിപ്പിച്ച 2150 സ്ക്വയർ ഫീറ്റ് വീടിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിൽ നമ്മൾ അതിന്റെ ഇന്റീരിയറിന്റെ പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞായിരുന്നു, പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പൊ ഈ വീടിന്റെ ഇന്റീരിയർ ഫുള്ള് ചെയ്തിരിക്കുന്നത് സ്കൈവുഡ് ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമാണ്. അപ്പൊ അതിലെ മിസ്റ്റർ അനൂപാണ് നമ്മോടൊപ്പം. അപ്പൊ അനൂപ് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു തരും. അപ്പൊ ആദ്യം നമ്മൾ ഈ ലിവിംഗ് റൂമാണ്. ഇപ്പൊ ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു TV യൂണിറ്റ്, അതേപോലെ ജിപ്സം സീലിംഗ്, ബേ വിൻഡോയുടെ പാനലിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാല് ഈ TV യൂണിറ്റിനെ പറ്റി പറയണം. ഇത് എന്ത് മെറ്റീരിയൽ ഇപ്പൊ ചെയ്തിരിക്കുന്നത്? ഈ TV യൂണിറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡിലാണ്. 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഫാക്ടറി ഫിനിഷ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് മുഴുവനായി ഫാക്ടറി ചെയ്തുകൊണ്ട് വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതെ അതെ അതെ, ബോക്സ് ആയിട്ടല്ല കൊണ്ടുവരുന്നത്, എല്ലാം പീസ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വുഡിന്റെ വൈറ്റിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വുഡ് എന്ന് പറയുന്നത് നമ്മളൊരു മാറ്റ് ഫിനിഷ്. ഇവിടുത്തെ ഒരു കോമൺ കളറായിട്ട് എടുത്തിരുന്ന ഒരു റെഡിഷ് തേക്കാണ് ഇവിടുത്തെ ഒരു കോമൺ കളർ. കാര്യം നമ്മൾ ഈ ഫ്രണ്ട് ഡോറും കാര്യങ്ങളൊക്കെ ആ രീതിയിലാണല്ലോ പ്ലാൻ ചെയ്തത്. അപ്പൊ അതിന്റെ തന്നെ ഒരു ഷെയ്ഡ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ അതുമായിട്ട് ചേരുന്ന രീതിയിലുള്ള ഒരു വുഡിന്റെ ഷെയ്ഡ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വരുന്ന ബേ വിൻഡോയിലും വരുന്ന സീലിംഗിലും എല്ലാം തന്നെ അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ലാമിനേഷൻ ഒട്ടിച്ചിരിക്കുന്നത് അത് ഫാക്ടറിയിലാണ്, എല്ലാം തന്നെ ഫാക്ടറിയിലാണ് ഒട്ടിച്ചേക്കുന്നത്. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കലും കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ സൈറ്റ് ചെയ്യാറില്ല, എല്ലാം തന്നെ നമ്മൾ ഫാക്ടറി ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു വൈറ്റിന്റെ ഒരു കോമ്പിനേഷൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ TV വരുന്നിടത്തൊന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു കളർ കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതും മറൈൻ പ്ലൈവുഡ് തന്നെയാണ്. TVയുടെ ബാക്കിലും മറൈൻ പ്ലൈവുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വേറെ ഷെയ്ഡ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട്, കാരണം വെച്ചാൽ TVയുടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒക്കെ ആയിട്ട് നമ്മൾ TVയുടെ പുറകിൽ നമ്മളൊരു വേറെ ഷെയ്ഡ് ഉപയോഗിച്ചേക്കുന്നേ ഉള്ളൂ. ഈ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ? അതെ അതെ, ഡിസൈനും നമ്മൾ കസ്റ്റമറുമായിട്ട് തന്നെ ചേർന്നിട്ട് നമ്മൾ സംസാരിച്ച് ചെയ്യുമായിരുന്നു. ഇതിന്റെ കേബിള് കാര്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ പുറകെ കൂടെ തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ വയറും കാര്യങ്ങളൊക്കെ വിസിബിൾ ആവുന്ന രീതിയിൽ ചെയ്യത്തില്ല. എല്ലാം തന്നെ നമ്മൾ ഇതിനകത്തോടെ പോകുന്ന രീതിയിൽ തന്നെ എല്ലാം തന്നെ താഴെയാണ് വന്നേക്കുന്നത്. സോക്കറ്റും കാര്യങ്ങളെല്ലാം തന്നെ താഴെ വന്നിട്ടുണ്ട്. അതെ, പിന്നെ ഇവിടെ 2 ലിഫ്റ്റ് ഡൗൺ ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ സൈഡിലും ആ സൈഡിലും 2 സൈഡിലും ലിഫ്റ്റ് ഡൗൺ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഓപ്പൺ ബോക്സുകളും കാര്യങ്ങളൊക്കെ ക്യൂരിയസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മേളിലൊരു തട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇതുപോലെ സ്പോട്ട് ലൈറ്റ്, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതൊരു തരം പാർട്ടീഷൻ ആണ്. ഇതിൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ലിവിങ്ങിൽ ഡൈനിങ്ങിലേക്ക് ഒരു ഡയറക്റ്റ് വ്യൂ വരാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടും കൂടി നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഈ ഓപ്പൺ ഡിസൈനും കാര്യങ്ങളൊക്കെ അല്ലാതെ ഈ ക്യൂരിയസ് ഒക്കെ വെക്കുന്ന രീതിയിലേക്ക് പോയില്ല. ജസ്റ്റ് ഒരു പാറ്റേൺ കൊണ്ടുവരിക. അപ്പൊ അതിനെയാണെങ്കിൽ നേരിട്ട് ഇതിലേക്ക് വ്യൂ വരാതിരിക്കുക. ഈ ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മളിവിടെ പാനലിംഗ് എല്ലാം എല്ലാം മറൈൻ പ്ലൈവുഡ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതെല്ലാം ഫാക്ടറി ഫിനിഷ് ആണ് ചെയ്തേക്കുന്നത്. ഇങ്ങോട്ട് വന്നാൽ ഈ ബേ വിൻഡോ നമ്മള് മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ ഞാനത് പറഞ്ഞായിരുന്നു. സ്ട്രക്ചറലി ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ബോക്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലൈവുഡിന്റെ പാനലിംഗ് ചെയ്ത് ഈ കുഷൻ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലൈൻഡ്സ് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇരിക്കാനോ കാര്യങ്ങളൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നിരുന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. സീലിംഗിലേക്ക് വന്നാൽ നമ്മൾ തന്നെയാണ് ചെയ്തത്. അതെ അതെ അതെ, ലൈറ്റിംഗ് നമ്മളാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു കളർ തീം നമ്മൾ ഈ സീലിംഗിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആ വുഡിന്റെ ഒരു ഷെയ്ഡാണ് നമ്മൾ ഈ സൈഡിൽ ഈ ഇതിന്റെ വെർട്ടിക്കൽ വരുന്നിടത്ത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കളർ ജിപ്സത്തിൽ ഒട്ടിച്ചേക്കാണ്, ജിപ്സത്തിൽ ഡയറക്റ്റ് ഒട്ടിച്ചേക്കാണ്. അപ്പൊ അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു ഡിസൈനിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ നമുക്ക് സീലിംഗും വന്നിട്ടുണ്ട്. നമ്മൾ ലിവിംഗിൽ നിന്ന് നേരെ ഡൈനിങ്ങിലേക്ക് വന്നാൽ ഇവിടെ ഒരു 6 സീറ്ററിന്റെ ഒരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ഫർണിച്ചറും എല്ലാം നിങ്ങളുടെ സ്കോപ്പിൽ തന്നെ വരുന്നതാണ്? അതെ അതെ അതെ, ഫർണിച്ചർ നമ്മുടെ സ്കോപ്പിൽ വരുന്നതാണ്. ഇപ്പം ഡൈനിങ് ടേബിൾ നമ്മളാണ് ചെയ്തത്. അതുപോലെ ലിവിംഗിൽ വരുന്ന സോഫയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണ്. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതെ അതെ, ഇവിടുത്തെ കേസ് വരുമ്പോൾ നമ്മൾ ഇലക്ട്രിക്കലിലൂടെ ജിപ്സത്തിനകത്ത് എല്ലാം വരുന്ന എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താണ് ചെയ്തത്. അത് ഓരോരുത്തർ കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഫർണിച്ചർ വേണമെന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താതെ ചെയ്യാം. ഫർണിച്ചർ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക്
ചെയ്തു കൊടുക്കാവുന്നതാണ്. വാഷ് കൗണ്ടറിലേക്ക് വന്നാൽ ഇത് എന്ത് മെറ്റീരിയലാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ WPC ആണ് ഇവിടെ ഉപയോഗിച്ചത്. ഇത് വാഷ് ഏരിയ ആണല്ലോ. വാഷ് ഏരിയ വരുമ്പോൾ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടി ഇത് മുഴുവനായിട്ടും WPC ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഈ WPC ലാമിനേഷൻ ഒട്ടിച്ചാണ് നമ്മൾ ഇവിടുത്തെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഈ വാഷ് ഏരിയ നമ്മൾ ഇച്ചിരി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺലി വാഷ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു 3 ഡോറ് താഴെ പ്ലാൻ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ അല്ലേ ഉള്ളൂ. ഇവിടുത്തെ കേസിൽ വരുമ്പോൾ നമ്മളൊരു ഡ്രോയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ പ്ലാൻ ചെയ്ത് പിന്നെ ഒരു ലൂവറിന്റെ ഒരു ഡിസൈൻ നമ്മളിവിടെ താഴെ കൊണ്ടുവന്നു. അതൊക്കെ നമുക്ക് ആ ഒരു ഇന്റീരിയറിനെ ഒന്ന് ഗ്രാൻഡ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. പിന്നെ ഒരു മിറർ പ്ലേസ് ചെയ്തു, മിററിന് ചുറ്റും ലൈറ്റ് കൊടുത്തു. ഇതിന്റെ തന്നെ ഒരു പാറ്റേൺ നമ്മൾ സീലിംഗിലും കൊണ്ടുവന്നു. അപ്പോൾ അത് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു ഹാങ് ലൈറ്റ് പ്ലാൻ ചെയ്തു. അതെ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കബോർഡ്, ഈ താഴത്തെ ബോക്സ് വർക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തതാണ്. ഈ മിറർ നമ്മൾ ചെയ്തതാണ്. ഈ മേളിൽ വരുന്ന ലൂവറിന്റെ വർക്കുകളും കാര്യങ്ങളും നമ്മൾ ചെയ്തതാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്ത് ഇൻക്ലൂഡ് അല്ലാത്ത ഈ വരുന്ന ഗ്രാനൈറ്റ് ടൈലിങ്, വോൾ ടൈല്, വാഷ് ബേസിന്, അതിന്റെ ടാപ്പ്, അതിന്റെ പമ്പിങ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പലരും ഇത്രയും ചെയ്യുമ്പോൾ ഇന്റീരിയറിന്റെ പാർട്ടായിട്ട് വരുമ്പോഴേ നമ്മൾ കോൺട്രാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ വീട്ടുകാരോ ആണ് ഇതിന്റെ വാഷ് ബേസിന് ടൈല് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിന്റെ കബോർഡ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്റീരിയർ ആയിട്ട്. അതെ അത് ചിലർക്ക് അങ്ങനെ സംബന്ധിച്ച് ഇപ്പം ചിലർ വിചാരിക്കുന്നത് ഇത് മുഴുവനായി നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെന്നത്. ഇതിൽ പക്ഷെ മുഴുവനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതനുസരിച്ച് നമ്മളപ്പോൾ റേറ്റ് പ്ലാൻ ചെയ്ത് വേണം നമ്മളത് ചെയ്യാൻ. കൂടുതലും നമ്മൾ ഈ സിവിൽ കോൺട്രാക്ടേഴ്സിനകത്ത് അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും വാഷ് ബേസിന് ടാപ്പ്. കൂടുതൽ ഇതിനകത്തൊരു രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഇത് നമ്മള് ടൈല് നമുക്ക് ആദ്യം ഇടാൻ പറ്റില്ല. കൗണ്ടർ ബോക്സ് അടിച്ചതിന് ശേഷം നമുക്ക് ടൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ടൈൽ ചെയ്യാൻ അപ്പൊ അതെല്ലാം പാരലായിട്ട് തന്നെ രണ്ടുപേരും കൂടെ ഒരു ചെയ്തു പോകേണ്ട കാര്യങ്ങളാണ്. അതല്ല പലർക്കും അത് അറിയത്തില്ല. ഇത് പലതും ഇപ്പൊ ഇതിനകത്ത് ഇലക്ട്രിക്കൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. പക്ഷെ ചില കേസുകളിൽ ഇലക്ട്രിക്കൽ കസ്റ്റമർ തന്നെ ചെയ്യുന്ന കേസുകളുണ്ട്. അപ്പം അത് നമ്മളിപ്പോ ആ ഇലക്ട്രീഷ്യനുമായിട്ട് നമ്മളൊരു സപ്പോർട്ട് വേണം നമുക്കത് ചെയ്യാൻ. അപ്പൊ പിന്നെ പ്ലംബിംഗ് വരുമ്പം അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മളത് മറ്റ് നമ്മൾ മെയിൻ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്നുള്ള ഇലക്ട്രീഷ്യൻസ് കാണും. ബാക്കി വർക്ക് ചെയ്യുന്നത് ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യും. അപ്പം 2 ഇലക്ട്രീഷ്യന്മാരും തമ്മിൽ ഒരു ഇത് വരാതെ രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടതും ഒരു വലിയ ഘടകമാണ്. അതെ, മാക്സിമം നമ്മൾ ശ്രമിക്കുക നമ്മൾ കോൺട്രാക്ട് ചെയ്യുന്നവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാനാണ്. അപ്പം ഉള്ളൊരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോംപ്ലിക്കേഷന്റെ കാര്യമില്ല. 2 ഇലക്ട്രീഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒന്നും വരുന്നില്ല. അതെ അവർ തമ്മിൽ ചിലർക്ക് അത് ചിലരുടെ രീതികൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് ഒരു പാർട്ടാണ്. അതെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് കിച്ചൺ. കിച്ചണിൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പ്ലാൻ ചെയ്തു. പിന്നെ അതിനൊരു ആർഗ് ഡ്രൈവ് പ്ലാൻ ചെയ്തു. അവിടെ 2 ഹാങ് ലൈറ്റ് പ്ലാൻ ചെയ്തു. അപ്പോൾ ആ രീതിയിൽ ഒരു സിമ്പിളായിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമ്മളൊരു ബാർ കൗണ്ടറും കാര്യങ്ങളൊക്കെ ബാർ ചെയറും കാര്യങ്ങളൊക്കെ വെക്കുന്ന രീതിയിലൊരു ഒരു ഇതാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ ഇരുന്നുകൊണ്ട് കഴിക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഇത് അല്ലല്ല, ഇത് മറൈൻ പ്ലൈവുഡാണ്. ഇത് മറൈൻ പ്ലൈവുഡാണ്. ഇതിന്റെ ഈ ഫ്രെയിം എല്ലാം മറൈൻ പ്ലൈവുഡാണ്. ഇതിനകത്തില് WPC ചെയ്തേക്കുന്നത് കിച്ചണിന്റെ ബോക്സ് വർക്ക് നമ്മൾ WPC ചെയ്തിട്ടുണ്ട്. ഡോർ മറൈൻ പ്ലൈവുഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ലാമിനേഷൻ ആണ്. ഇതെല്ലാം മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ മറ്റേ ഒരു പ്രത്യേക ഒരു ലാമിനേഷൻ ഇതിനുവേണ്ടി പ്രത്യേകം എടുത്ത് ചെയ്ത രീതിയിൽ പ്ലാൻ ചെയ്താണ്. കാരണം ഈ ഒരു അല്ല ഇത് ലാമിനേഷൻ ആണ്. ഈ ഒരു ഷെയ്ഡ് വേറെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ബാർ കൗണ്ടറിന്റെ ഒരു ചെറിയ പോർഷനിൽ ഈ ഒരു ഷെയ്ഡ് ഉപയോഗിച്ചൊന്നും അല്ലാതെ ബാക്കി എല്ലായിടത്തും തന്നെ നമ്മൾ ഈ ഷെയ്ഡ് ഉപയോഗിച്ചിട്ടില്ല. ഇത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പൊ അതൊരു ഒരു അട്രാക്റ്റീവ് പോർഷൻ ആവാൻ വേണ്ടി ഓരോ ഐറ്റംസ് നോക്കിയാൽ ഇതെല്ലാം നമ്മൾ WPC മറൈൻ പ്ലൈവുഡും കൂടെ മിക്സ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് വരുന്ന ഈ ഡോറുകളാണ് എല്ലാം തന്നെ മറൈൻ പ്ലൈവുഡ്. ഇതിനകത്ത് വരുന്ന ബോക്സ് വർക്കുകളെല്ലാം തന്നെ WPC ആണ്. എന്താ വെച്ചാൽ WPC ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. WPC എന്ന് പറയുമ്പോൾ ഇതിനകത്തിൽ ഈ വെള്ളമൊക്കെ സിങ്കിൽ നിന്നൊക്കെ ലീക്ക് ആവുമോ ഒക്കെ ചെയ്താലും ബോക്സിനെയാണ് എളുപ്പം എഫക്ട് ചെയ്യുക. ഡോറിനെ അതങ്ങനെ എളുപ്പം എഫക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഈ ബോക്സിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യാബിനറ്റിനെല്ലാം തന്നെ ഇപ്പോൾ ചെതലിൻ്റെ ഒരു പ്രശ്നം വന്നാലും ബോക്സിനെയാണ് എളുപ്പം
ആക്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ബോക്സിന് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ബോക്സ് വർക്ക് എല്ലാം തന്നെ നമ്മൾ WPC ചെയ്യും, ഡോർ മറയുമ്പോൾ ചെയ്യും. പിന്നെ ഹിഞ്ചസ് എല്ലാം തന്നെ SS ആണ്, ചാനലെല്ലാം തന്നെ SS ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുരുമ്പിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ പിന്നെ പ്രൊഫൈൽ ഹാൻഡിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, ഇത് ടാൻഡം ബോക്സ് ആണ്, ഇച്ചിരി ഹൈറ്റ് ഉള്ള ടാൻഡം ബോക്സ് ആണ്. ഇതും ഇതിന്റെ താഴെയും ടാൻഡം ബോക്സ് ആണ്. അതെ, ഇത് ഇവിടെ അത്യാവശ്യം നമ്മൾ ടാൻഡം ബോക്സ് ധാരാളം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതും ടാൻഡം ബോക്സ് ആണ്. അതെ 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 അതിന്റെ താഴെ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് സോഫ്റ്റ് ക്ലോസ് ആണ്, സോഫ്റ്റ് ക്ലോസ് ആണ്. ഇവിടെ ഈ കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ സോഫ്റ്റ് ക്ലോസ് ആണ്. ഇതിന്റെ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. അതെ അതെ അതെ, റഷായിട്ട് പോയി അടയത്തില്ല. ഇത് പെയ്യെ സോഫ്റ്റ് ആയിട്ട് അടഞ്ഞോളൂ. അതെ അതെ, ഹിഞ്ചസ് ഇച്ചിരിയുടെ SS-ന്റെ ആണ്, ഇച്ചിരിയുടെ കൂടിയതാണ്. പിന്നെ ഒരു വെറൈറ്റി വേസ്റ്റ് ബിൻ ആണ്. ഈ രീതിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വേസ്റ്റ് കൊണ്ടുവന്ന് നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. ഇത് പ്രത്യേകം കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്തതാണ്. അതെ അതെ, അതുകൊണ്ട് ഇവിടെ വേറെ പ്രത്യേകിച്ച് വേസ്റ്റ് ബിന്ന് ആവശ്യമില്ല. അതെ, സിങ്കിന്റെ അടിഭാഗം വരുന്ന പോർഷനാണ് ഇവിടെ സിലിണ്ടർ. അതെ 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 അതെ, സിലിണ്ടർ ആദ്യം ഞങ്ങൾ പുറത്ത് വയ്ക്കാന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്ത്. പിന്നീട് സാറ് പറഞ്ഞു നമുക്ക് തൽക്കാലം അകത്ത് വയ്ക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം, പിന്നീട് നമുക്ക് പുറത്തുനിന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ഒരു സ്റ്റോറേജ് ആക്കി കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതെ അതെ, ഇവിടെ ഒരു PVC കട്ട്ലറി കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്പൂണും കാര്യങ്ങളൊക്കെ ഇടാനും നമ്മൾ തവിയൊക്കെ ഇടാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ ചാനലും എല്ലാം തന്നെ സോഫ്റ്റ് ക്ലോസ് ആണ്. അപ്പോൾ ഇത് കപ്പും സോസറും ആണ്. അതെ അതെ അതെ, പിന്നെ ഇവിടെ പ്ലേറ്റിന്റെ ആണ്, അതും സോഫ്റ്റ് ആണ്. അതെ 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 അതെ, ക്ലോസ് ചെയ്ത് വിട്ടാൽ അത് തന്നെ അങ്ങ് പൊക്കോളും. പുൾ ഔട്ട്. അതെ അതെ, ഇതിപ്പോ നമുക്ക് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വെക്കാനാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും സോഫ്റ്റ് ആണ്. അതെ അതെ, എല്ലാ ഐറ്റംസും സോഫ്റ്റ് ക്ലോസ് ആണ് വെച്ചേക്കുന്നത്. അതെ, നമ്മൾ അതെ അതെ നാനോ വൈറ്റ് ആണ്. വോൾ ടൈൽ വന്നിട്ടുണ്ട്. വൈറ്റ് കളർ ടൈലാണ് ഉപയോഗിച്ചേക്കുന്നത്. മുകളിലേക്ക് തുറക്കാവുന്ന രീതിയിലുള്ള ലിഫ്റ്റപ്പ് ആണ്. അത് ഷട്ടറാണ്. ഇപ്പം ഇവിടെയും ചെറിയ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. പിന്നെ GTPT ഒരെണ്ണം വന്നിട്ടുണ്ട്, അത് ഇവിടെയാണ്. അതെ അതെ, സിങ്കിൽ നിന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് എടുത്ത് വെക്കാൻ പറ്റും. ഫ്രിഡ്ജ് വെക്കാനുള്ള അത് ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു ഡബിൾ ഡോർ ആയിരിക്കും വരും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് അതെ അതെ അതെ, നമ്മൾ ആദ്യമേ സ്പേസ് പ്ലാൻ ചെയ്തിരുന്നു. ജിപ്സം സീലിംഗ് അതെ 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 ചെയ്തിട്ടുണ്ട്. അതെ, സെയിം പാറ്റേൺ. ഇത് നമ്മൾ അധികം ഒരു ഇതാക്കിയില്ല, ഏതാണ് അധികം ഡിസൈൻ അധികം കയറ്റിക്കൊണ്ടുള്ള രീതിയിലല്ല പ്ലാൻ ചെയ്ത്. എല്ലാത്തിനും ഒന്ന് സിമ്പിളായിട്ട്. അതുകൊണ്ട് എല്ലാ ഏരിയയിലും ഇതുപോലെ സൈഡിലെ കോവ് ഡിസൈൻ മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. സെൻട്രൽ സീലിംഗ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ പ്ലെയിൻ അടിച്ചിട്ട് അതിന്റെ സൈഡിൽ കോവ് ഡിസൈൻ ആണ്. അതെ അതെ അതെ, അതെ നമ്മളൊരു റഫ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ ആണ്. ഇവിടെ നമ്മളൊരു ഇതുപോലെ ഒരു ഗ്രേ ഷെയ്ഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഹാൻഡിൽസ് എല്ലാം തന്നെ പ്രൊഫൈൽ ഹാൻഡിലാണ്. പിന്നെ SS-ന്റെ ഹിഞ്ചസ് ചാനൽ എല്ലാം തന്നെ വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിന്റെ പാർട്ടായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഇതുപോലുള്ള ബാർ കൗണ്ടർ. അതെ അതെ, ഫസ്റ്റ് ഫ്ലോറിൽ ലിവിംഗിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതെ അതെ, ഇത് എങ്ങനെയാണ് അതെ അതെ കസ്റ്റമറുടെ പ്രത്യേക ഒരു ആവശ്യപ്രകാരം നമ്മൾ ചെയ്തതാണ് ഈ ബാർ കൗണ്ടർ എന്ന് പറഞ്ഞാൽ. ഇതില് മുഴുവനായിട്ട് മറൈൻ പ്ലൈവുഡ് ആണ്. ഇതിന്റെ ബോക്സ് വർക്കും കാര്യങ്ങളെല്ലാം തന്നെ മറൈൻ പ്ലൈവുഡ് ആണ്. നമ്മൾ കിച്ചണിൽ മാത്രമാണ് WPC ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ മറ്റേ അതെ അതെ വുഡൻ ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ഒരു ചെറിയ ആ കളർ റൂപ് അത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതെ 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 അതെ, അതിന്റെ ടോപ്പ് നമ്മൾ ആ കളർ ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ അതെ മുഴുവൻ. അതെ അതെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ പ്ലെയിൻ ഏരിയ ആയിരുന്നു. അവിടെ നമ്മൾ ആദ്യം ഫിറ്റ് നമ്മൾ പ്ലൈവുഡ് കൊണ്ട് അടിച്ചു. എന്നിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. പ്ലൈവുഡിലാണ് ഇത് തൂക്കിയേക്കുന്നത്. വാൾപേപ്പർ അതെ അതെ അതെ. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ബെഡ്റൂമിലെ ഇന്റീരിയർ ഒരു വേറൊരു രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കബോർഡ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതും വുഡിന്റെ ഒരു ഫിക്സഡ് കളർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റിന്റെ ഒരു കോമ്പിനേഷൻ കൂടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് നമ്മൾ ഗ്ലോസി ഷെയ്ഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് ഇവിടെ നമ്മൾ കിങ് സൈസ് കോട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മൾ ഹെഡ് റെസ്റ്റിലൊരു പാനലിങ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ തന്നെ ഒരു പാറ്റേൺ നമ്മൾ ജിപ്സത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതെ അതെ, ജിപ്സം ചെയ്തിട്ട് അതെ അതെ ലാമിനേഷൻ ഒട്ടിച്ചേക്കുന്നതാണ്. ഇത് പ്ലൈവുഡ് അല്ല, ഇത് ജിപ്സം ചെയ്തിട്ട്
അതേ ലാമിനേഷൻ ഒട്ടിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്തേക്കുന്നതാണ്. ഈ ബെഡും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അതെ 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 ബെഡ് ഇതിനകത്തുള്ള മാട്രസ് ഒഴികെ എല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് വരുന്ന ഈ കുഷൻ വർക്ക് നമ്മൾ ചെയ്താണ്, ഈ പാനലിംഗ് നമ്മൾ ചെയ്താണ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ, അതെ അതെ ഒരു സ്റ്റഡി ടേബിൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ റാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ക്യൂരിയസ് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് തുണികളൊക്കെ മടക്കി വെക്കാം. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യാം. ഇവിടെ നമ്മൾ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 6 ഡ്രോയർ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. 2 ചെറിയ ഡ്രോയർ, എല്ലാം സോഫ്റ്റ് ക്ലോസ് എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് വന്നേക്കുന്നത്. ഫിറ്റിംഗ്സ് മാറുന്നതനുസരിച്ച് റേറ്റ് അതെ അതെ അതെ. ഇപ്പൊ നമുക്കിപ്പം ഇവിടെ MS മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റേറ്റ് കുറയും. അതെ അതെ അതെ. പിന്നെ നോർമൽ കേസുകളിൽ നമ്മൾ SS ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ SS തന്നെയാണ്. കാര്യം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ലൈഫ് എപ്പോഴും നമുക്ക് കൂടുതൽ കിട്ടും. മറ്റേന്ന് പറയുമ്പോൾ അതിന്റെ തുരുമ്പിക്കാനൊക്കെ ഉള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതെ ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമാണ്. അതെ അതെ അതെ. ഇത് വേറെ കളർ കോമ്പിനേഷൻ ആണ്. നമ്മൾ വുഡ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, വുഡിന്റെ ഷെയ്ഡ്. പക്ഷെ മറ്റേ കളറാണ് നമ്മൾ രണ്ടാമത്തെ കളറാണ് നമ്മളിവിടെ മാറ്റങ്ങൾ വരുത്തിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഗ്രേയുടെ ഷെയ്ഡാണ് നമ്മളിവിടെ ബാക്കി കളറായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. വുഡിന്റെ കളർ കോമൺ ആയിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട്. ഇതിലും മെറ്റീരിയൽ എല്ലാം തന്നെ മറൈൻ പ്ലൈവുഡാണ്. ആ രീതി 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡാണ് ചെയ്തേക്കുന്നത്. മിററും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതും സോഫ്റ്റ് ക്ലോസ് തന്നെയാണ്. അതെ എല്ലാം സോഫ്റ്റ് ക്ലോസ് തന്നെയാണ്. ഇതിപ്പം കസ്റ്റമർ ഇതെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ഇങ്ങനെ വേണം എന്നുള്ളതെല്ലാം തന്നെ സ്റ്റഡി ടേബിൾ പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം എഴുതാനും ഒക്കെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം പെട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ലോഫ്റ്റിനകത്ത് മേളിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പൊ പൊടി പിടിച്ച് അതെ 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 അതെ. അപ്പൊ ഇതിന്റെ ഒരു വലിയ ഗുണം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇപ്പം പെട്ടികളൊന്നും പുറത്ത് വെക്കണ്ട, എല്ലാം തന്നെ അകത്ത് വെക്കോളും. അപ്പൊ അതൊരു വലിയ ഗുണമാണ്. ഇപ്പൊ ഈ പുറമെല്ലാം പറ്റിയതായിട്ട് കിടക്കുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഹെഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹെഡിന്റെ കുഷൻ വർക്ക് എല്ലാം തന്നെ നമ്മൾ ചെയ്തതാണ്. അതെ അതെ. ഇതിനകത്ത് മാട്രസ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഞങ്ങളുടെ സ്കോപ്പി വന്ന കാര്യങ്ങളാണ്. ഹാങ് ലൈറ്റ്, അതെ 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 എല്ലാം തന്നെ നമ്മുടെ സ്കോപ്പി വന്ന സീലിംഗിൽ ലൈറ്റ് വരുന്നത്. ഇതെല്ലാം നമ്മൾ ഇപ്പം കസ്റ്റമർക്ക് എങ്ങനെ വേണം അപ്പം അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പം സ്പോട്ട് ലൈറ്റ് വേണം, അതെല്ലാം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. ഇപ്പം അങ്ങനെ വേണ്ട, മറ്റേ കസ്റ്റമറുടെ ആളെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിക്കാന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. എങ്ങനെ വേണേലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ അതെ അതെ നമ്മൾ കസ്റ്റമറുടെ ഒരു പ്രത്യേക റിക്വയർമെന്റ് ആയിരുന്നു ഇത് കർട്ടൻ മറ്റേ ഇതിന്റെ മേളിൽ നിന്ന് വരണമെന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജിപ്സം പ്ലാൻ ചെയ്തപ്പോൾ ഇതുപോലെ നമ്മളൊരു സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് കർട്ടൻ താഴോട്ട് വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്തത്. പിന്നെ പൊതുവേ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്തൂടെ നമ്മൾ LED സ്ട്രിപ്പ് വരുന്ന രീതി പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മളത് അങ്ങനെ ചെയ്തിട്ടില്ല. അവിടെ LED സ്ട്രിപ്പ് ഒക്കെ വരുമ്പം മറ്റേ എന്തെങ്കിലും ചിലന്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മളത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതൊന്ന് വൃത്തിയായിട്ടൊന്ന് നീറ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. മൂന്നാമത്തെ വീട്ടിലാണ്. അതെ അതെ അതെ. ഇവിടെ വേറെ കളർ തീം കൊണ്ടുവന്നിട്ടുണ്ട്. വുഡിന്റെ ഷെയ്ഡ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു പിങ്ക് ഷെയ്ഡൂടെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെയും നമ്മൾ കിങ് സൈസ് തന്നെയാണ് കോട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഹെഡ് റെസ്റ്റ് നമ്മൾ കുഷൻ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മളിവിടെ ഒരു ഈ സൈഡിൽ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഒരു ലൂവറിന്റെ WPCയുടെ ലൂവർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സീലിംഗിൽ നമ്മൾ ആ ഒരു വുഡിന്റെ തീം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ സൈഡിൽ ലാമിനേഷന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ ഈ മൂന്നാമത്തെ ബെഡ്റൂം പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ വീടിന്റെ ഫുൾ ആയിട്ടുള്ള ഇന്റീരിയർ വർക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പൊ ഇതിനു മുമ്പ് ഇവരുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്കൈവുഡ് ഇന്റീരിയേഴ്സിന്റെ അവർ ചെയ്ത വർക്കുകളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പല വീഡിയോകളിലായിട്ട്. അപ്പോൾ ഇവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വീട് നിർമ്മാണത്തെ പറ്റിയും ഇതിന്റെ ടോട്ടൽ കോസ്റ്റിനെ പറ്റിയും ഈ വീടിന്റെ ഫുൾ ഒരു ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തതുകൊണ്ടെങ്കിൽ അതും കൂടെ കണ്ടു നോക്കാവുന്നതാണ്. ഇതിന്റെ എലിവേഷനെ പറ്റിയും ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.